ഗുഡ് മോർണിംഗ്. അപ്പോൾ മറ്റൊരു വാർത്തോദയം എന്ന് പറയാം അല്ലേ? എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നത് പോലെ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയമാണിത്. രാവിലെ നടന്നുകൊണ്ട് നമ്മുടെ ഒരു വാർത്താ ദിനം ആരംഭിക്കുന്നു. ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള വാർത്തകൾ, ഇന്നലെ നമ്മൾ കേട്ടുകഴിഞ്ഞ വാർത്തകൾ, അതിൽ എന്ത് അപ്ഡേറ്റുകൾ ഉണ്ടായി, ഇതൊക്കെ അറിയാനുള്ള നേരമാണ്. അപ്പോൾ വാർത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മോർണിംഗ് വാക്കുമായി മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ന് നവംബർ 14-ാം തീയതിയാണ്. നവംബർ 14-ന്റെ പ്രത്യേകത ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് അറിയാം, എന്നാലും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അതിന്റെ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്, എലമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് വ്യാഴാഴ്ച കൂടിയാണ് അല്ലേ പ്രജിൻ? അതെ, തീർച്ചയായിട്ടും. എന്താണ്? ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങു പിറന്നു പണ്ടിളമോളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ എന്താ ഉണ്ണികളോട് കഥ പറയാമെന്ന്. ആ പാട്ട് നമുക്കറിയാലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ലാലേട്ടൻ കുറെ കുട്ടികളുമായിട്ട് ഇങ്ങനെ നടന്ന് കുറച്ചൊരു സങ്കടമൊക്കെ ഉണ്ട് അതിന്റെ പ്ലോട്ടിൽ. പക്ഷേ പാട്ടുകൾ ഈ പാട്ട് എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഥകൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും അല്ലെ? ആ കഥകളൊക്കെ ചേർന്നൊരുക്കിയ ഒരു പാട്ടാണിത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികൾക്കുള്ള പാട്ടുമായിട്ട് വരുന്നതെന്ന്. പലർക്കും അറിയാം, ഇന്ന് നവംബർ 14-ാം തീയതിയാണ്, കുട്ടികളുടെ ദിവസമാണ്. ഇന്ന് ശിശുദിനമാണ്, ചാച്ചാജിയുടെ ജന്മദിനമാണെന്ന്. അപ്പൊ അത് കാരണം കുട്ടികൾക്കുള്ള ഒരു ഡെഡിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് ആ പാട്ട് ഞങ്ങൾ പ്രജിൻ പാടിയത്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഒരുപാട് കുട്ടി പ്രേക്ഷകരുണ്ട് നമുക്ക്. അതെ അതെ. അപ്പൊ ലോകമെമ്പാടുള്ള കുട്ടികൾ പറയാം അല്ലേ? ഇന്ന് ഇന്ത്യയിലാണ് ശിശുദിനെങ്കിൽ നമുക്ക് എല്ലാ ലോകത്തെമ്പാടുമുള്ള കുട്ടികൾക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, കുട്ടികളാണ് എല്ലാവരുടെയും ഗുരു എന്നുള്ളത്. കുട്ടികളിൽ തുടങ്ങണം കാര്യങ്ങളൊക്കെ തന്നെ. ചങ്ങമ്പുഴയുടെ ഒരു കവിതയും കൂടെ ചൊല്ലാതെ ഞാനും നിർത്താൻ പോകുന്നില്ല. നിഴൽ നീങ്ങി നിമിഷത്തിൽ നറുനിലാവോലുന്ന നിലയല്ലോ നിർമ്മല ബാല്യകാലം. അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഞാനിപ്പോൾ ഈ കാലത്ത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ ആൾക്കാർ കടന്നു പോകുന്നത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു ശിശു ആവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. വളരെ നിഷ്കളങ്കമായിട്ട് അവർ പെട്ടെന്ന് തന്നെ നിഴല് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിഠായോ എന്തെങ്കിലും ഒരു ചെറിയ കളിപ്പാട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും നിമിഷത്തിൽ നറുനിലാവോലും അവരുടെ മുഖത്ത് അല്ലേ, അതുപോലെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹവും ഉണ്ട് ഈ പ്രഭാതത്തിൽ. പക്ഷെ എല്ലാവരുടെയും ഉള്ള ഒരു കുട്ടിത്തം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഇച്ചിരി കൂടുതലാന്ന് എല്ലാവരും പറയും, നമുക്കറിയാം. അപ്പോ എല്ലാ പ്രേക്ഷകർക്കും ശിശുദിനാശംസകൾ നേരുന്നു, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അങ്ങനെ ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കിടക്കാം, വാർത്തോദയത്തിലേക്ക് കിടക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു മോർണിംഗ് വാക്ക്. വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വാക്ക് തുടരുകയല്ലേ? അതെ അതെ, തുടരുകയാണ്. ഈ കൊച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രജിൻ, നല്ല കൊതുകാന്ന്. നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ, ഒരുപാട് പേര് ഇവിടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല കൊതുകേടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നില്ല, നടന്നുകൊണ്ടേയിരിക്കാം. ഉറങ്ങിയിട്ടില്ല. ഇത് നമ്മള് പനമ്പള്ളി നഗറിന്റെ ഏറ്റവും അറ്റത്തുള്ള വാക്ക് വേയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പേര് പക്ഷെ നമ്മൾ എത്തുന്നതിന് മുൻപേ തന്നെ ഇവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് നടക്കുന്നുണ്ട്, ലൈവായിട്ട് വരുന്നുണ്ട് ഈ മേഖലയൊക്കെ. അപ്പൊ വൈകാതെ നമുക്ക് ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ തോന്നും. നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ വാർത്താ ദിനത്തില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് വോട്ടിങ്ങിന് നമ്മൾ 5 മണിക്ക് തന്നെ തുടങ്ങുന്നു, ചേലക്കരയിലും വയനാട്ടും പോളിംഗ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത തുടങ്ങിയതാ. പക്ഷെ മൊത്തത്തില് വാർത്തകളെല്ലാം മാറ്റിമറിച്ച് വലിയൊരു വാർത്ത ഇന്നലെ എത്തി. നമ്മൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. 24 പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ് EP ജയരാജന്റെ ആത്മകഥ വിവാദം. അങ്ങനെ ആ പുസ്തകം പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ പുറത്തു വന്നില്ല, പുറത്തു വരാൻ പോകുന്നു, അപ്പോൾ തന്നെ അതിലെ ഒരുപാട് ഭാഗങ്ങൾ പുറത്തു വരുന്നു. അതാണ് 24 പുറത്തുവിട്ടത്. പക്ഷെ അത് തള്ളിക്കൊണ്ട് EP രംഗത്ത് വരുന്നു. EP പറഞ്ഞ് വിശ്വസിക്കുന്നു എന്ന് പാർട്ടി പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ CPIM ഒന്ന് പ്രതിരോധത്തിലാണ്. ഇനി വരും മണിക്കൂറുകളിൽ ഇന്നൊക്കെ ഇനി എന്തൊക്കെ പ്രതികരണങ്ങൾ വരാൻ പോകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയിൽ DC ആണെങ്കിൽ പ്രസാധനം നീട്ടിവെച്ചു എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തുന്നു. അപ്പൊ ആ രീതിയിൽ മൊത്തത്തിൽ വലിയൊരു വാർത്താ ദിനമായിരുന്നു. അതിന്റെ തുടർ വാർത്തകൾ, അനുരണനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അണയാതെ ആത്മകഥാ വിവാദം.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ EP ജയരാജൻ ഇന്ന് പാലക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ LDFന്റെ സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസ് വിട്ടെത്തിയ ഡോക്ടർ P സരിൻ, ആ സ്ഥാനാർത്ഥിക്ക് എതിരെയുള്ള പരാമർശങ്ങൾ ഈ ബുക്കിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത്, തലേ ദിവസം വരെ UDFന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് കരുതിയിരുന്ന ഒരാൾ പിറ്റേ ദിവസം മറുകണ്ഠം ചാടുന്നു. അപ്പൊ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം അതിന്റെ ഒരു സാങ്കത്യം ഒക്കെ തന്നെ അതിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പാർട്ടി കൃത്യമായിട്ട് ഇടപെടുന്നു, കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. EP തന്നെ പാലക്കാട്ടേക്ക് പോകണം നമ്മുടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് എന്നൊരു നിർദ്ദേശം വരുന്നു, കർശന നിർദ്ദേശം വരുന്നു. EP പറയുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സത്യം പുറത്തു വരട്ടെ. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോയാലോ? അതെ, ഇന്നിപ്പോ ഏതായാലും EP അവിടെ എത്തുന്നുണ്ട്. എപ്പോഴാണെന്നൊക്കെ നമുക്കറിയാം. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. അപ്പൊ പാലക്കാട്ടേക്കാണ് ഇന്ന് ശ്രദ്ധ മൊത്തം രാഷ്ട്രീയ കേരളത്തിന്റെ. EP പാലക്കാട്ടേക്ക് എത്തുന്നു. എന്താണ് സാഹചര്യം എന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടികൾ? 5 മണിക്കാണെന്ന് തോന്നുന്നു അല്ലെ പൊതുയോഗം അവിടെ? അതെ, ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രജിൻ. ഇപ്പൊ ഇന്ന് വൈകിട്ടാണ് EP ജയരാജൻ പാലക്കാട് എത്തുന്നത്. EPയുടെ വെളിപ്പെടുത്തൽ വന്നത് ഇന്നലെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ദിവസമാണെങ്കിലും അതിന്റെ പ്രതിഫലനം ഒരുപക്ഷെ ചേലക്കരയെക്കാളും കാണാൻ പോകുന്നത് പാലക്കാടായിരിക്കും. അതിന്റെ പ്രതിഫലനം ചേലക്കരയിലെയും വയനാട്ടിലെയും LDF സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഉണ്ടാവുക, ആശങ്ക കൂടുതൽ ഉണ്ടാവുക പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്കായിരിക്കും. കാരണം ഡോക്ടർ P സരിനെതിരെ അത്ര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് EPയുടെ ആത്മകഥയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതൃത്വം ഇന്നലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതികരിച്ചത്. EP ഇവിടെ പ്രചരണത്തിന് വരും. അതായത് EP ഇത്തരത്തിൽ ഡോക്ടർ P സരിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കണ്ടോളൂ, നാളെ EP ജയരാജൻ പാലക്കാട് എന്താ പറയുക സരിന് വേണ്ടി പ്രചരണത്തിന് വരുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത്. പ്രധാനമായിട്ടും EP ജയരാജന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതെ ആയപ്പോഴാണ് ഇരുട്ടി വെളുക്ക് മുൻപേ മറുകണ്ഠം ചാടിയത് തുടങ്ങിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അതേപ്പോഴത് തള്ളുന്നുണ്ട്. എന്നിരിക്കെ പോലും അത് പുറത്തു വന്നതാണ്. DC ബുക്സിനെ പോലെയുള്ള ഒരു സ്ഥാപനത്തിന് EP ജയരാജനെ പോലെ ഇത്രമേൽ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പുസ്തകം അതൊരു വളച്ചൊടിച്ച് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് കേരളത്തിലെ സ്വാഭാവികമായിട്ടുള്ള ആളുകളുടെ ചിന്ത പോകാൻ സാധ്യതയില്ല. എന്തായാലും അതിലിനി വ്യക്തത കൈവരേണ്ടതുണ്ട്. പ്രസാധനമൊക്കെ നീട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ EPയുടെ പരിപാടിക്ക് അത്രമേൽ ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം വിമർശനം ഉന്നയിച്ച സരിനെ കുറിച്ച് എന്ത് EP പറയും എന്നുള്ളത് കേൾക്കാൻ പാർട്ടിക്കാർക്കെന്ന് മാത്രമല്ല എതിർചേരിയിലുള്ള ആളുകൾക്ക് പോലും കൗതുകമുണ്ട്. എന്തായാലും വൈകിട്ട് 5 മണിക്കാണ് ഈ പരിപാടി. സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള വേദിയിലാണ്, പൊതുവേദിയിലാണ് പരിപാടി. അപ്പോൾ ഇന്നലെ ഈ പ്രസ്താവന EPയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ അണികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇദ്ദേഹം ഈ മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിവസം കൂടി ഇത്തരത്തിലുള്ള ഒരു ബോംബ്, രാഷ്ട്രീയ ബോംബ് പൊട്ടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ EPയെ കേൾക്കാൻ എത്രത്തോളം പാർട്ടിക്കാരെത്തും, അവരുടെ ഭാഗത്ത് നിന്നുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ DC ഇത്തരത്തിലുള്ള അദ്ദേഹം പറയാത്ത കാര്യങ്ങളടക്കം പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ സരിൻ ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സരിൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താനത് മാറ്റും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് താനിപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താനത് മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും വേദിയിൽ വെച്ച് സരിനും EP ജയരാജനും പറയാന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പൊതുപരിപാടിയായിട്ട് ഇന്നത്തെ EP ജയരാജന്റെ പാലക്കാട്ട് സന്ദർശനം മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്മിത, പ്രജിൻ. ശരി, നിഖിൽ. അപ്പോൾ നിഖിൽ, എന്തായാലും ഇന്നത്തെ അവിടെ ഉണ്ടാവുന്ന ഓരോ മൊമെന്റും രാഷ്ട്രീയ കൗതുകമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഒരു പരാമർശം നടത്തിയ ഒരാൾ ഇന്ന് LDFന് വേണ്ടി പ്രചാരണത്തിന് എത്തുമ്പോൾ അതെല്ലാം ഒപ്പിയെടുക്കാൻ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട് അവിടെ. അതിന്റെ ഒപ്പം തന്നെ പാലക്കാടാണ് ഇനിയുള്ള ശ്രദ്ധാകേന്ദ്രം അല്ലെ, 13-ാം തീയതിയിൽ നിന്ന് മാറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ചേലക്കരയിലെയും വയനാട്ടിലെയും ഒക്കെ വോട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. പോളിംഗ് കുറഞ്ഞതിലൊക്കെ വയനാട്ടില് വല്ലാതെ കുറഞ്ഞു പോയി. അതിൽ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പാലക്കാടേക്ക് ആയിരിക്കും ഇനി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അല്ലെ, ഉത്സവത്തിന്റെ ലഹരിയാണ്. അതെ, നിഖിൽ തുടരുന്നുണ്ടെങ്കിൽ നിഖിൽ ഇന്ന് ശിശുദിനമാണ്, കുട്ടികളുടെ ദിവസമാണ്. നിഖിലിനെ കൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക് ചെയ്യാൻ. പിന്നെ ഉറപ്പായിട്ടും
നിഖിലെ, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു അടിപൊളി പാട്ട് സമ്മാനിച്ച ആളാണ് നിഖിൽ പ്രമേഷ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് ആ പാട്ടൊന്ന് പാടണം. ഒരുപാട് തവണ ആ പാട്ട് നിഖിൽ പാടി കേട്ടതാണ് നമ്മുടെ പ്രേക്ഷകർ. പക്ഷെ ഇന്ന് പാടിയില്ല, പിന്നെ എന്ന് പാടും? കുട്ടികൾക്ക് വേണ്ടി. അതെ, അപ്പൊ ഒരു 4 വരി നമ്മുടെ ആ പാട്ട്, നിഖിലിന്റെ പാട്ട് കുട്ടികൾ ഏറ്റുപാടിയ ആ പാട്ട്. ഉറപ്പായിട്ടും പ്രജിൻ, അവിടെയുള്ള പ്രജിനും അതോടൊപ്പം തന്നെ സ്മിതയ്ക്കും രണ്ടുപേരും കുട്ടികളുടെ മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ലോകത്തെമ്പാടുമുള്ള നമ്മുടെ കുട്ടികൾ അല്ലെ, മകൾ, അതുപോലെ തന്നെ നമ്മുടെ മാളു, എല്ലാവർക്കും വേണ്ടി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം ആ പാട്ട്, നമ്മൾ തന്നെ കുറച്ച് വേദിയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പ്രജിൻ. ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 4ആം നാളുല്ലാസ യാത്ര പോയപ്പോൾ 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. പോരെ പ്രജിൻ, സ്മിത? അടിപൊളി. ഇന്ന് പെർഫെക്റ്റ് ആണ്. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അപ്പൊ ആ പാട്ട് പെർഫെക്റ്റ് ആണ്. നിഖിൽ പറഞ്ഞ കാര്യം സത്യമല്ലേ? ആ പാട്ട് പാടുമ്പോ നമ്മുടെ ഉള്ളിലെ കുട്ടി ശരിക്കും വിനോദയാത്രകളായി. എടാ പാവം ചാണം ചവിട്ടിയിട്ടോ നമ്മുടെ ക്യാമറമാൻ, ചാണം ചവിട്ടി. പാവം ചാണമാണോ അതെ മറ്റേ ആനപ്പിണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ താങ്ക് യു നിഖിൽ. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തന്നെ താങ്ക്സും പറയുന്നു. ഇവിടെ ഒരുപാട് പേര് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നമുക്കത് കണ്ടിട്ട് വലിയ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങൾ ആണല്ലോ ഈ മോർണിംഗ് വാക്ക്. ഇപ്പൊ നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങിയ പിന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് നടക്കാൻ തുടങ്ങിയത് അല്ലേ പ്രജിൻ? പ്രജിൻ എപ്പോഴാണ് നടക്കുന്നത്? എപ്പോഴാ പ്രജിൻ? ശരിയാ, പ്രജിൻ നന്നായിട്ട് ഹെൽത്ത് നോക്കുന്ന ആളാ. ഞാൻ കുറച്ച് മടിച്ചാ, പക്ഷെ ഇപ്പൊ നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങിയതോടുകൂടി നടപ്പിന്റെ ആ ഒരു ഗുണം വീണ്ടും തിരിച്ചറിയാണ്. അടുത്ത വാർത്തയിലേക്ക് പോവാം അല്ലെ? എല്ലാ പ്രേക്ഷകർക്കും ഇന്നലെ മറ്റൊരു വിധി ദിനമായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ പോളിംഗ് ഉണ്ടായില്ല. ആ വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞു. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് തുടരുകയാണ്. പറഞ്ഞു വന്നത് വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചാണ്. വോട്ടിംഗ് ശതമാനം നന്നായി കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ ഒരു 10% അടുത്ത് കുറവ് എന്ന് പറയുമ്പോൾ അവിടെ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസും UDF കണക്കൂട്ടിയത്. പക്ഷെ അതൊക്കെ ഇനി നടക്കുമോ എന്ന് സംശയമുണ്ട് എന്ന് പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പല രീതിയിലാണ് അതിനെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് നമുക്കറിയാലോ. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല, അത് കാരണമായി എന്ന് LDFന്റെ സ്ഥാനാർത്ഥി പറയുന്നു. അതുപോലെ NDA ആണെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് ആർക്ക് അനുകൂലമാവുന്നു, ആർക്ക് പ്രതികൂലമായി ഭാവിക്കുന്നു എന്നൊക്കെയുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വിധിദിനം എന്ന് പറയുന്നത് ശരിക്കും ആ വോട്ടെണ്ണൽ ദിനമാണല്ലോ. ഓക്കെ, നോക്കാം. ശ്രീകാന്ത് ആണ് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലാണോ ശ്രീകാന്ത്? നടക്കാറുണ്ടോ, ഓടാറുണ്ടോ, ഓടിക്കാറുണ്ടോ? പ്രജിൻ ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്, ഇടയ്ക്ക് ഓടാറുണ്ട്. അതെപ്പോഴൊക്കെയാ? ശ്രീകാന്ത്, നമ്മുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പോളിംഗ് ശതമാനത്തിലെ കുറവ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. അത് എങ്ങനെയൊക്കെ മാറും, എങ്ങനെയൊക്കെ റിഫ്ലക്ട് ചെയ്യും എന്നതിലൊരു വ്യക്തതയിലേക്ക് പാർട്ടികൾ എത്തുന്നുണ്ടോ? രജനി, ചേലക്കരയിലെയും വയനാട്ടിലെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് അത് വയനാട് തന്നെയാണ്. കാരണം ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം 64.72%. ഒരു കാര്യം ഓർക്കേണ്ടത്, അവിടെ മത്സരിച്ച ആളുകളുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത്രയൊന്നും പോരാ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അവിടെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഇതല്ല. കാരണം കോൺഗ്രസ് ഏതാണ്ട് ഒരു
5 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അവര് ആ രീതിയിലുള്ള പ്രചാരണം അവരവിടെ നടത്തിയിരുന്നോ എന്നുള്ള കാര്യം സംശയകരമാണ്. പക്ഷേ പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരുപക്ഷെ ആളുകളുടെ ഈ വോട്ട് ചെയ്യാനുള്ള ഒരു വിമുഖത ഉണ്ടായിരുന്നു. ഈ തുടർച്ചയായി അടുത്തടുത്ത് ഈ തെരഞ്ഞെടുപ്പ് വന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നൊരു പ്രചാരണം കൂടി ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതായത് 72.92 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിപ്പോ ഇത്ര കുത്തനെ ഇടിഞ്ഞതാണ് താഴേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അത് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം എന്തായാലും ഉണ്ടാകില്ല ഭൂരിപക്ഷം എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇനി എത്ര ഉണ്ടാകും എന്ന് കണ്ടറിഞ്ഞാൽ മതി. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കാൾ താഴേക്ക് പോകാതിരുന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു കാര്യം. പക്ഷേ LDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ തങ്ങൾ പെട്ടിയിലാക്കിയിട്ടുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസം, ജയിക്കും എന്നൊരു ആത്മവിശ്വാസമൊന്നും ഈ രണ്ട് ക്യാമ്പിലും അങ്ങനെ കാണാനുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞാൽ എൻ്റെ പ്രജിൻ, അത് ചേലക്കരയിൽ കണ്ട വീറും വാശിയും എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ജീവിതത്തിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ്, ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണോ എന്നൊക്കെ നമ്മൾ ഇന്നലെ ചില പ്രായം ചെന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊന്നും നോക്കുന്നൊന്നുമില്ല, വരുന്നു വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരങ്ങ് ആഘോഷിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കാരണം അടുത്തിളക്കിയുള്ള പ്രചരണം അത് LDF നടത്തി, UDF നടത്തി, ഒപ്പം തന്നെ BJP നടത്തി. അതിൻ്റെ ആ വോട്ടിംഗ് പെർസെൻറ്റേജിൽ അത് കാണാനുണ്ട്. അതായത് 72.77% ഏറ്റവും ഒടുവിൽ രാത്രി 8 മണി വരെയുള്ള കണക്ക്. ഇന്ന് ഉച്ചയോടുകൂടി അന്തിമമായ കണക്ക് വരത്തുള്ളൂ. LDFന്റെ ഒരു പ്രതീക്ഷ തങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണിട്ടുണ്ട്, കുറച്ചോട്ട് ചോരും എന്നവർ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമൊക്കെ അതിനൊരു കാരണമാകാം എന്നവർ പറയുന്നു. എങ്കിലും പിടിച്ചു നിൽക്കാം എന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ജയിക്കുമെന്ന് അവർ പറയുന്നു. പക്ഷേ രമ്യ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയും വലിയ പ്രതീക്ഷയിലാണ്. ഈ പല പട്ടികജാതി സങ്കേതങ്ങളിലേക്കുമൊക്കെ കടന്നു കയറാൻ അവർക്കും സാധിച്ചിട്ടുണ്ട്. BJP കൃത്യമായി അവരുടെ വോട്ടുകൾ, അവരുടെ കേഡർ ലോയൽ വോട്ടുകൾ അവരുടെ പെട്ടിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം ആർക്കായിരിക്കും ചിരിക്കാനുള്ള അവസാന ചിരി ആരുടേതായിരിക്കുമെന്ന് ആ സമയത്തെ അറിയാൻ സാധിക്കും. എന്തായാലും ഇത്രയധികം വീറും വാശിയും വേറെ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. അക്കാര്യം അടിവരയിടാം. ശരി, അപ്പൊ അതാണ് ശ്രീകാന്ത് പറയുന്നത്. എന്തായാലും ആ കണക്ക് കൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാം ആർക്ക് അനുകൂലമായി മാറി വോട്ടുകൾ എന്നുള്ളത്. ഞാനാണെങ്കിൽ ഈ തുള്ളണ എന്താന്നല്ലേ, സൂംബേടോന്നല്ലേ, സൂംബേല കൊതുക, ഭയങ്കര കൊതുക. നമുക്ക് ഇവിടെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. എന്തായാലും രാവിലെ ഈ അല്ല ഓട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? തുള്ളാൻ ഭയങ്കര രസമാണ്. പണ്ട് വിനായകന് അവാർഡ് കിട്ടിയ സമയത്തെ വിനായകനോടുള്ള ഒരു ഇന്റർവ്യൂല് ചോദിച്ചു എന്താണ് കൂടുതൽ എനർജി ഒക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതെന്ന് നോക്കിയപ്പോ നമ്മളിനി എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും നന്നായിട്ടൊന്ന് തുള്ളുക, നിന്നിട്ട് ഒച്ചത്തില് ശബ്ദം ഉണ്ടാക്കി, അതായത് ഡാൻസ്, അത് വയലന്റ് ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള ഡാൻസ്. സതീശനെ കമന്റിൽ ചോദിക്കുന്നുണ്ട്, സ്മിത കുട്ടി പ്രജിന്റെ കൂടെ ഓടിക്കൂടായിരുന്നോ? എന്റെ മോർണിംഗ് നടത്തം 5:30 തുടങ്ങി, ഇപ്പൊ വീട്ടിലെത്തി നിങ്ങളുടെ കൂടെ അടുക്കള നടത്തം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. നല്ല കാര്യം കേട്ടോ. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമുക്കൊപ്പം നടക്കുന്നവരുണ്ട്. എന്ത് സന്തോഷമാണെന്നറിയോ. ഒരുപാട് വിമർശനങ്ങൾക്കിടയിൽ ഇതുപോലെ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഈ പ്രഭാതത്തിലും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ പ്രജിനില്ലേ, ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഓടുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ബാക്കിലാണ് ഓടുന്നത്. നമുക്കിനി കൂടുതൽ വാർത്തകളിലേക്ക് പോകണം. നമ്മൾ അതിനിടയിൽ ഈ വരുന്നവരോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവര് ഭയങ്കര സീരിയസ് ആയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചിരിച്ചോണ്ട് ഓടിയാൽ എന്താ, ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ അതിൽ മാത്രമായിരിക്കണം കോൺസെൻട്രേഷൻ. ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് വരാം, ഒറ്റ സെക്കൻഡ്. ചേച്ചി ചിരിച്ചോണ്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ ചേച്ചിയുടെ നടപ്പും ഓട്ടോ ഒക്കെ? എന്താ പാട്ട് കേട്ടിട്ടാണോ? പാട്ട് കേൾക്കോ? ഇല്ല, ഞാൻ ഇങ്ങനെ പ്രജിനോട് പറയായിരുന്നു ഭയങ്കര സീരിയസ് ആയി ഇവിടെ നടക്കാൻ പോണ ആളുകള്. ചേച്ചിയുടെ അഭിപ്രായം എന്താ? നമ്മൾ കുറച്ചൊരു ഹൃദയത്തിലൊക്കെ ചേച്ചിയുടെ പേരെന്താ ചേച്ചി? രശ്മി. എല്ലാ ദിവസവും നടക്കുവോ? ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അപ്പൊ ഈ ഇന്ന് ലോക പ്രമേഹ ദിനം കൂടിയാ. അപ്പൊ ഈ നടപ്പ് നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യും? നന്നായിട്ട് ഹെൽത്തിന് നല്ല ഒരു പോസിറ്റീവ് എനർജി നന്നായിട്ട് കിട്ടും. എത്ര നാളെ നടക്കുന്നുണ്ട്?
രാവിലെ ഇതുപോലെ? ഒരു മണിക്കൂർ. ആണല്ലേ? ഒരുപാട് നാളായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും നടത്തുന്നുണ്ട് അല്ലേ? ഉണ്ട് മാക്സിമം നോക്കും. ചേച്ചി തന്നെയാണോ എല്ലാ ദിവസവും? ചിലരുണ്ടല്ലോ നമ്മൾ ഭയങ്കര കൂട്ടുകാരൊക്കെ ആയി കഴിയുമ്പോ പിന്നെ നടത്തത്തിന്റെ സ്പീഡൊക്കെ കുറയും അല്ലേ? സുഖം. അടിപൊളി, നന്നായി ചേച്ചി. അപ്പൊ താങ്ക് യു. അപ്പൊ അതാണ് കുറച്ചു നേരത്തേക്ക് നടത്താൻ മുടക്കിയെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്. ആ മുടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ഇന്നത്തെ മോർണിംഗ് വാക്ക് മുടങ്ങുമോ എന്ന് എനിക്കും സ്മിതക്കും നമ്മുടെ രാഹുലിനും ഒക്കെ VS രാഹുലിനും ഒക്കെ സംശയം ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്യുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് സംശയം. അതെ, ഇന്നലെ രാത്രി വീട്ടിൽ ഞാൻ ഇടയ്ക്ക് സന്ധ്യ കഴിഞ്ഞു, രാത്രി ആയപ്പോ ചെറിയ രീതിയിൽ മഴ കണ്ടു. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഏട്ടാ, നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഒരു കമന്റ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമറാമാൻമാര് പുറകിലേക്ക് നടക്കുന്നുണ്ടാവും, അവരോട് വീഴാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ രാഹുൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ. ശരിയാണത്. എന്തൊരു കഷ്ടപ്പാടല്ലേ. ഞാൻ ഇന്നലെ അത് വിചാരിക്കായിരുന്നു, നമ്മളിങ്ങനെ തോന്നണ പോലെയൊക്കെ. രാഹുൽ ചിലപ്പോ കണ്ണുരുട്ടൊക്കെ ചെയ്യും, ഞാനാണെങ്കിൽ ഇങ്ങനെ ഫ്രെയിമിൽ നിന്നൊക്കെ പുറത്ത് പോകുന്നതുകൊണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് മഴയെ കുറിച്ചാണ്. അപ്പൊ മഴ സാധ്യത എന്താണെന്ന് അറിയണം. അഖിൽ ഷാ അൻസാർ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചെയ്യുന്നുണ്ട്. അഖിൽ ഷാ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മഴ സാധ്യത എന്താണ്? കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് മഴ ഉണ്ടാകും ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഏതൊക്കെ ജില്ലകളിലാണ് മഴ അലേർട്ടുള്ളത്? പ്രത്യേകിച്ച് ഇത്തവണ തുലാവർഷത്തിൽ മഴ കാര്യമായി കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുമുള്ള സ്ഥിതിക്ക്. പ്രജിൻ, പ്രവിത, നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്രവചനം പോലെ തന്നെയാണ് ഇന്നും. അതിൽ മാറ്റമൊന്നുമില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലൊക്കെ തന്നെ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അതുപോലെ തന്നെ തീരദേശ മേഖലകളിലൊക്കെ മഴയ്ക്കൊപ്പം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. പക്ഷേ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്നവർ, മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും അറിയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം, ആ ന്യൂനമർദ്ദം മാറിയിട്ടുണ്ടെന്നുള്ള കാര്യവും നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രവിത.